മീര, എണീക്ക്. മീര, മീര. കുറച്ചേരം കൂടെ ഉറങ്ങട്ടെ സാർ. ഇതിപ്പോ എടുത്തോണ്ടാണ്ട അവസ്ഥ വരുന്ന തോന്നണേ. സാർ നിക്ക് പോലെ എന്റെ കൂടെ കിടക്കോ പ്ലീസ്? എനിക്ക് പേടിയായിട്ടാ സാർ, പ്ലീസ്. ഇപ്പൊ ഇവളോടൊപ്പം കിടന്നില്ലെങ്കിൽ എനിക്ക് സൗകര്യം തരില്ലാന്ന് തോന്നുന്നു. എന്നെ വിട്ട് പോലെ. സാറും ഇതെങ്ങനെ സാറിന്റെ ബെഡ്റൂമിലെത്തിയേ? സാർ എനിക്ക് സാർ, രാവിലെ എനിക്ക് സാർ. ഇങ്ങനെ കിടന്ന് കൂവുന്നെങ്കിൽ എനിക്കോ? സാർ സാറെന്താ സാറിന്റെ ബെഡ്റൂമിൽ പോകാണ്ടിരുന്നേ? അതിന് നീ എന്നെ വിട്ടാലല്ലേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു. ഞാൻ വളരെ വൈകി കിടന്നുറങ്ങി. അതിന് ക്ഷീണൊക്കെ ഉണ്ട്. ഇന്നലെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും നീ മറന്നല്ലേ, നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ? സാർ വേണ്ട സാർ. അയ്യോ അയ്യോ, എനിക്ക് വേല. ഇതിപ്പാര ഇവിടെ? ലവാനാൻറ്റി, നിങ്ങളോ? നിങ്ങളെന്ത് ഇവിടെ? അതെന്നാടാവേ, എനിക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെയല്ല, പെട്ടെന്ന് ഫ്രാൻസിലേക്കൊക്കെ വന്നോണ്ട് വെച്ചതാ. പക്ഷെ പൊന്നും മോൻ കല്യാണം കഴിച്ചു കേട്ടല്ലോ. എവിടെയാ സുന്ദരിക്കോതാ? നിങ്ങൾ അതുവരെട്ടാണ് ഇങ്ങോട്ട് വന്നത്. കല്യാണം ഒന്നും കഴിച്ചില്ല. അത് ചെറിയൊരു പ്ലാനായിരുന്നു. അതല്ലേ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നീ നിന്റെ അമ്മാനെ പോലെ തന്നെയാ. കാര്യം കാണിച്ചെടുക്കാൻ വേണ്ടി എന്ത് വേണേലും ചെയ്യും. എന്തൊക്കെയായാലും എന്റെ ഫേക്ക് മരുമോളൊന്ന് കാണിക്കേ. അവള് നിനക്ക് ചേരുവോ നോക്കാം. അവള് ഫ്രഷ് ആവാൻ പോയേക്കും ആന്റി. അതുപോട്ടെ, ആന്റി തിരിച്ച് ഇറ്റലിയിലേക്കാണോ? ആ, ശരിക്കും ഞാൻ അങ്ങോട്ട് തന്നെയായിരുന്നു പോകാനിരുന്നത്. പക്ഷെ നീ ഇങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങ് പോന്നു. നിന്റെ അപ്പൊ തിരിച്ചങ്ങോട്ട് പോവാലോ. ഇതാണോടാ നിന്റെ ഭാര്യ? ഇവളെന്റെ പിരിയ. പിന്നെ ചോദിച്ചിട്ട് വന്നതാ. എന്തൊക്കെ പറയാൻ, നല്ല സുന്ദരി കുട്ടി. നിനക്ക് നല്ലോണം ചെയ്യും. മോളെ പേടിക്കണ്ട, ഞാൻ അവന്റെ ആന്റിയാ. മോളുടെ പേരെന്താ? മീര. മക്കളെ, നിങ്ങൾ റെഡി ആയോ? റെഡി ആയെങ്കിൽ നമുക്ക് പോയാലോ ഇപ്പൊ തന്നെ? ആന്റി, ഞങ്ങള് റെഡി. ഇന്നലെ തന്നെ ലഗേജ് പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. ഓ, പിയാളാണ് എന്റെ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചത്. എന്താ നമ്മൾ ആലോചിക്കുന്നേ? ഒന്നുമല്ല ആന്റി. മീര, നിങ്ങൾ കാറിൽ കയറിക്കോട്ടെ, ഞാൻ പറയാം. ഓക്കെ സാർ, വാ ആന്റി, നമുക്ക് പോവാം. മക്കളെ, അവിടെ ചെന്ന് കഴിയുമ്പോഴേ ഞാൻ റെസ്റ്റോറന്റ് പറയാം. എന്നെ അവിടെ വിട്ടിട്ട് നിങ്ങൾ പൊക്കോട്ടോ. എന്താ ആന്റി, അവിടെ മീറ്റ് ചെയ്യാനുണ്ടോ? എന്റെ പഴയ ഒരു ഫ്രണ്ടാ. ഒത്തിരി നാളായി കാണണമെന്ന് ഓർക്കണം. അവളാണ് ഇറ്റലിയിലാണേ, അതുകൊണ്ട്. ഓ ആണോ? ഞാൻ അവിടെ വിട്ടേക്കാം. സാർ ഒന്നവിടെ നിൽക്കോ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്താ? സാറാ പറഞ്ഞ സത്യമാണോ? പ്ലീസ് ഒന്ന് പറ. ബെസ്റ്റ്. നീ ഇപ്പൊ ഉള്ളത് മനസ്സിലിട്ടോണ്ട് നടക്ക. സാർ പ്ലീസ് ഒന്ന് പറ, എനിക്കൊരു സമാധാനം കിട്ടാനാ. അയ്യേ, അതിന് നീ എന്തിനും ഇങ്ങനെ വരണ? അല്ലെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂന്ന്? ഒരിക്കലും ഇല്ല. അത് നിന്റെ അടുത്ത് ഞാൻ ചുമ്മാ അറിഞ്ഞ. പിന്നെ ഈ അങ്കിത്തിന്റെ ഭാര്യയാവാൻ ആർക്കും കഴിയില്ല. പിന്നെ നീ എന്നെ ഇന്നലെ ഒത്തിരി ഹാപ്പി ആക്കി. ഞാൻ ആദ്യമായിട്ടാ ഇത്രയൊന്ന് സ്ട്രെസ് ഒഴിഞ്ഞിരിക്കുന്നത്. എനിക്കിതൊരു ഷോക്കായെന്ന് എനിക്കറിയാം. ബട്ട് ഞാൻ ഇതുവരെ ഇത്രയും ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ടില്ല. കൈൻഡ് ഓഫ് ഐ ആം ഫ്രീ നൗ ആൻഡ്
എനിക്കറിയില്ല എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണ്ടേന്ന്. ഞാനിപ്പോ നീ എന്റെ പിയനേക്കാളും കൂടുതൽ നിന്നൊരു ഫ്രണ്ടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഇനി പഴയനെ പറ്റി ഒന്നും ആലോചിക്കരുത്. നമുക്ക് ഇനി നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. എനിക്ക് മാറാൻ കഴിയാത്തതുകൊണ്ടല്ലോ, പിടിച്ച് മുറുക്കിയേക്കല്ലേ എന്നെ, പിന്നെ ഞാൻ അങ്ങനെ മാറും.